ദൈവം തന്ന ഒരു മുഹൂർത്തം. കാരണം ധ്യാനം തീരാൻ പോകുന്ന സമയത്ത് വിശ്വോത്തര സുവിശേഷ ശുശ്രൂഷകൻ, കർത്താവിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ, കേരള സഭയെ പ്രവാചകമായ രീതിയിൽ ഇന്നത്തെ രീതിയിലേക്ക് അഭിഷിക്തമാക്കിയ അനേകം ധ്യാന കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം അഭിഷേകത്തിൻ്റെ ആദ്യകാരണമായ ബഹുമാനപ്പെട്ട നായിക്കാമ്പയുടെ അച്ഛൻ, നമ്മുടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നമ്മളെ ആശീർവദിക്കുവാൻ സന്ദേശം നൽകാനും എത്തിയത് ദൈവം തന്ന ഒരു ദാനമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അച്ഛനെ ഹൃദയംഗമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി അതീവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയ. വലത് കരമുയർത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അബാപിതാവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക വർഷങ്ങളായിട്ട്, ഏതാണ്ട് 20ഓളം വർഷങ്ങൾ ആയിട്ട് ദൈവം കേരളത്തിൻ്റെയും കേരളത്തിന് പുറമേയുള്ള ഒരു വലിയ ജനതയുടെയും വിശ്വാസത്തിൻ്റെ ഉണർവിനും പരിശുദ്ധാത്മ അഭിഷേകത്തിനും അത്ഭുതങ്ങളുടെ പ്രവാഹത്തിനും ദൈവജനത്തിന് ആശ്വാസവും സമാധാനവും പ്രത്യാശയും സൗഖ്യവും സന്തോഷവും വിടുതലും നൽകുവാൻ വേണ്ടി ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഉണർത്തി പരിശോധിപ്പിക്കുകയാണ്. അതിന് നല്ല ദൈവത്തിന് 1000 10,000 കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. 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 ജനലക്ഷങ്ങൾക്കും ജനകോടികൾക്കും ആശ്വാസവും ആനന്ദവും സൗഖ്യവും നൽകുവാൻ ദൈവം ഈ സെൻറ്ററിനെ, ഈ അഭിഷേക ശുശ്രൂഷയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നാളുകളായി ഇവിടെ വരണം, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇന്നാണ് ദൈവം അവസരം നൽകിയത്. ചങ്ങനാശ്ശേരിയിലേക്ക് ഞങ്ങൾ 5 പേര് ശനിയും ഞായറും ഒരു ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് ഈ സ്ഥലത്ത് ഇവിടെ ഒന്ന് വന്നിറങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകണം. ഇതിനു മുമ്പ് ഏതാനും മാസം മുമ്പ് ഇതിൻ്റെ അടുത്തുകൂടെ കടന്നുപോയി. അപ്പോഴും ജനത്തിരക്കും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ഒരു അവസരമാകട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസം ഈശോ തൻ്റെ പ്രിയ അമ്മയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ഒരു ദർശന പുസ്തകത്തിൽ വായിച്ചതാണ്. അമ്മേ, എൻ്റെ മനുഷ്യാവതാരത്തിന് അമ്മ സമ്മതം കൊടുത്ത ശേഷമാണ് ഞാൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. ഇന്ന് അമ്മ ഒരു പ്രത്യേക കാര്യത്തിന് എനിക്ക് സമ്മതം തരണം. അതെൻ്റെ കുരിശുമരണത്തിനാണ്. അമ്മയുടെ സമ്മതം കിട്ടിയിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു യേശുവിൻ്റെ ജീവിതം ഒരു ഘട്ടം അവസാനിക്കുന്നത് കുരിശുമരണത്തിലൂടെയാണ്, അടുത്തത് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധ അമ്മ കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയ മകനോട് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കുവാൻ എനിക്കൊരനുഗ്രഹം തരണം. ഈശോ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയാണ് മറുപടി നൽകിയത്. ഈശോയുടെ പീഡാനുഭവ രംഗത്തിൽ അനേകം സ്ഥലങ്ങളിൽ യോഹന്നാൻ്റെ കൈക്ക് പിടിച്ച് ഈശോ മാതാവ് സന്നിഹിതയായിരുന്നു. ഏറ്റവും അവസാനം കുരിശുമരണത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പീഡാനുഭവ വേളകളിൽ പല അവസരങ്ങളിലും ഈശോ കൂടെ ഉണ്ടായിരുന്നു. ചമ്മട്ടി അടി 3/4 മണിക്കൂർ നിൽക്കുന്ന
4 ടീം മാറി മാറി ചമ്മട്ടി അടിച്ച് ഈശോയെ പീഡിപ്പിച്ച അവസരത്തിൽ ആദ്യത്തെ അടിക്ക് തന്നെ അമ്മ ബോധം കെട്ട് വീണുവെന്നാണ് ആ ദർശന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. 3/4 മണിക്കൂർ കഴിഞ്ഞുള്ള അവസാനത്തെ അടിക്കാണ് വീണ്ടും ബോധം തെളിഞ്ഞു കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയത്തിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ലൂക്കായുടെ സുവിശേഷം 1:46 മുതലുള്ള വചനങ്ങളിലുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിത ലക്ഷ്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതം വഴി ദൈവം മഹത്വപ്പെടണം, ദൈവം അറിയപ്പെടണം, ദൈവം സ്നേഹിക്കപ്പെടണം, ദൈവം ശുശ്രൂഷിക്കപ്പെടണം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഭൗതിക നേട്ടങ്ങളിലോ ഭൗതിക വസ്തുക്കളിലോ നമ്മുടെ തന്നെ ഏതെങ്കിലും നന്മയിലോ കഴിവിലോ അല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്, നമ്മൾ അഭിമാനിക്കേണ്ടത്. ദൈവം ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എന്നെ പരിപാലിച്ച് എല്ലാറ്റിലും ഉപരി സത്യ ദൈവമായ ഏക രക്ഷകനായ ദൈവപുത്രനായ ഈശോയെ അനുഭവിച്ചറിയുവാൻ, യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവസ്നേഹം കൊണ്ട് നിറയുവാനുള്ള മഹാഭാഗ്യം ദൈവം തൻ്റെ തിരഞ്ഞെടുപ്പ്, കാരുണ്യപൂർവമായ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് നൽകി. എഫേസൂസ് 1:4 ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ, ഈ ദേവാലയത്തിൽ വരുവാനും ദൈവവചനം ശ്രവിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവസ്തുതികളിൽ ആനന്ദിക്കുവാനും നമുക്ക് ഒരു ഭാഗ്യം കിട്ടുക. പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികത ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ളതാണ്. നമ്മുടെയും അങ്ങനെ ആയിരിക്കണം. സങ്കീർത്തനം 116 പീഡാനുഭവത്തിന് മുമ്പ്, പീഡാനുഭവ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് ഈശോയുടെ ഒരു പ്രാർത്ഥന, കർത്താവേ പിതാവേ ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനുമാണ്. യേശു ദൈവതിരുവിഷ്ടത്തിൻ്റെ ദാസൻ, മറിയം ദൈവതിരുവിഷ്ടത്തിൻ്റെ ദാസി. അങ്ങനെയുള്ള ആ മറിയത്തെ മാതാവ് നൽകുന്ന പ്രവചനത്തിൽ പറയാണ്, എല്ലാ തലമുറയും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും. അതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള നമസ്കാരത്തിൽ നമ്മൾ ഒരു ജപമാലയിൽ 53 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1995, 95, 94, 93 3 കൊല്ലം ജപമാല ചൊല്ലാതെ നടന്നൊരു കാലമുണ്ടായിരുന്നു ഞാൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു പൈശാചിക പീഡയുടെ ഭാഗമായിട്ട്. എന്തിന് ഇത്ര നന്മ പറഞ്ഞവരെയും ചൊല്ലിക്കൂട്ടുന്നു? വല്ല ബൈബിൾ വചനവും പറഞ്ഞാൽ പോലെ. സാത്താനാണ് തലയ്ക്കകത്തോട്ട് ഇത് പറയുന്നെങ്കിലും അത് തിരിച്ചറിയാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ 3 കൊല്ലം ജപമാല ചൊല്ലാതെ കൂടി വന്നാൽ ഒരു 3 നന്മറിഞ്ഞവരെയും ചൊല്ലി കടന്നു പോകുന്ന കാലത്ത് ദൈവം മെജുഗോറിയിൽ പോകാൻ കൃപ നൽകി. കിഴക്കൻ യൂറോപ്പിലെ ബോസ്നിയ എന്ന രാജ്യത്തിലെ മെജുഗോറി എന്ന ഗ്രാമത്തിൽ 1981 മുതൽ പല പ്രാവശ്യം പരിശുദ്ധ അമ്മ 6 യൗവനക്കാർക്ക്
ചെറുപ്പക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരോട് സന്ദേശം നൽകി അനുഗ്രഹിച്ചു. ഒന്ന്, നിങ്ങൾ ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനന്ത കരുണയാണ്, അനന്ത സ്നേഹമാണ്. മനുഷ്യരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും തിരിയാതെ ജഡികതയുടെയും ഭൗതികതയുടെയും അഹങ്കാരത്തിൻ്റെയും എല്ലാം പുറകെ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്തയോഗ്യതയിൽ ഒരു സൗജന്യ പാപക്ഷമ ഒരുക്കമില്ലാത്തവർക്ക് കൂടെ കൊടുക്കണമേ. കരുണയായിരിക്കണമേ, പാപം ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അനുനിമിഷമെന്നോണം ഉയരേണ്ട ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന കുർബാന ക്രമത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ ചൊല്ലുന്ന കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അത് ഓരോന്നും ലോകം മുഴുവനും വേണ്ടിയാണ്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ ചൊല്ലിക്കടന്നു പോകാം. കർത്താവേ കരുണയായിരിക്കണമേ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ, ലോകമെമ്പാടുമുള്ള നാനാജാതി മതസ്ഥരുടെ മേൽ കരുണയായിരിക്കണമേ, ക്രിസ്തീയ സഭകളുടെ മേൽ കരുണയായിരിക്കണമേ, ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ലോക രക്ഷയുടെ സഹരക്ഷകരായി മാറുകയാണ്, പ്രേക്ഷിത വേലക്കാരായി മാറുകയാണ്. നമ്മുടെ പ്രാർത്ഥന വഴി കോടാനുകോടി പേർക്ക് കരുണ ലഭിക്കുന്നു. അതും വിശുദ്ധ കുർബാനയിൽ അനന്തയോഗ്യതയുള്ള ദിവ്യബലിയിലാണ് ആ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുക. കർത്താവേ കരുണയായിരിക്കണമേ, ക്രിസ്തുവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മെജുഗോറിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട യുവാക്കന്മാരോട് യുവജനങ്ങളോട് പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിക്കുക. ബുധനും വെള്ളിയുമാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 ജപമാല ദിവസം തോറും ചൊല്ലുന്ന അതും ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയവും ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് ഈ ഫാനം നോക്കിയാവും അവസാന ഭാഗത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു: ശുദ്ധമായ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ 750 കോടി ജനത്തിന് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി എന്നർത്ഥം. പാപികളല്ലാത്ത 2 പേരേ ഉള്ളൂ, യേശുവും യേശുവിൻ്റെ അമ്മയായ മറിയവും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ഇത് ആവർത്തിച്ച് ചെല്ലുന്നത് നല്ലതാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ. എന്തിനു വേണ്ടിയാണ് മധ്യസ്ഥം വഹിക്കേണ്ടത്? 20-ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന ശേഷം കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദൈവം എന്നോട് ഒരു പ്രത്യേക സന്ദേശം നൽകിയിരുന്നു. അതിതാണ്: സാധാരണ വൈദികരോടുകൂടെ ചൊല്ലുന്ന കൊന്ത കുർബാന നമസ്കാരം 2 മണിക്കൂർ പ്രാർത്ഥന കൂടാതെ 1 മണിക്കൂർ നീ എന്നോടൊപ്പം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. പേഴ്സണൽ പ്രയർ. പ്രായപൂർത്തിയായ എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. 1 മണിക്കൂർ ഒറ്റയ്ക്ക് യേശുവിനോടൊപ്പം ചെലവഴിക്കുക. അരമണിക്കൂർ ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വിശുദ്ധന്മാരുടെ ജീവിതത്തിലും വായിക്കുന്നതാവാം. ഏതായാലും 1 മണിക്കൂർ പേഴ്സണൽ പ്രയർ. അങ്ങനെ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ BSc പഠിക്കുന്ന കാലത്ത് വൈകുന്നേരത്തെ ജപമാലയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ ആരും അറിയാതെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു: ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. എൻ്റെ അർത്ഥം എന്താണ്, പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ഇടയ്ക്കും മുട്ടിനും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: പരിശുദ്ധാത്മാവിനെ തരണമേ. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നൊവിഷ്യേറ്റ്, അപ്പോഴാണ് അവിടെ വെച്ചാണ് വ്രതമെടുത്ത് സന്യാസഭയുടെ അംഗമാകുന്നത്. നൊവിഷ്യേറ്റിലായിരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഇതാ
ഒരു പ്രഭാത ധ്യാനത്തിന് മുട്ടുകുത്തി നിന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ അങ്ങ് ആകാശത്തിൻ്റെ മണ്ടയിൽ ഒരു പ്രകാശഗോളം കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം. അതിൽ നോക്കി നിൽക്കുമ്പോൾ ആ പ്രകാശഗോളം സഞ്ചരിച്ച് എൻ്റെ ശിരസിൻ്റെ മുകളിൽ വന്ന് വസിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം എൻ്റെ മനസ്സും പിന്നീട് എൻ്റെ ഹൃദയവും എൻ്റെ ശരീരം മുഴുവൻ സ്വർഗീയ പ്രകാശത്തിൽ, സ്വർഗീയ ആനന്ദത്തിൽ, അനന്ത ദൈവസ്നേഹത്തിൽ മുങ്ങിക്കുളിക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം ഒന്നുമില്ല. കണ്ണു തുറന്നപ്പോൾ ഒന്നും കാണാനില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിച്ചു. ഇതുപോലെ ഉന്നതങ്ങളിൽ കാണുന്ന ഒരു പ്രകാശഗോളം അത് സഞ്ചരിച്ച് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ വസിച്ച് ആദ്യം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്കും പിന്നെ ഹൃദയത്തിലേക്കും പിന്നെ ശരീരം മുഴുവനിലേക്കും സ്വർഗീയ പ്രകാശം, സ്വർഗീയ ആനന്ദം, അനന്ത ദൈവസ്നേഹം ഇങ്ങനെ 6 പ്രാവശ്യം 6 മാസത്തിനുള്ളിൽ സംഭവിച്ചു. അപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറി. പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെട്ടു. ഞാൻ കണ്ട പ്രകാശഗോളം യോഹന്നാൻ 8:12 ഈശോ അരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആ പ്രകാശം എന്നിലേക്ക് വന്ന് എന്നിലെ അന്ധകാരം, അപകർഷത, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, നിരാശ, ജനിച്ചില്ലെങ്കിലും വേണ്ടുകയില്ലായിരുന്നു, എനിക്കൊന്നിനും കഴിവില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല എന്ന സാത്താൻ്റെ നുണകൾ സാത്താൻ മനസ്സിലേക്ക് പറഞ്ഞു തന്നിരുന്നതെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞു. ഈ സന്ദേശം ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, നിനക്ക് കിട്ടുമെന്നല്ല. അപ്പം ചോദിക്കേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല, ചുറ്റുമുള്ള അനേകായിരങ്ങൾക്കും ജനലക്ഷങ്ങളെയും അനേകായിരങ്ങളെയും യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. 12 അപ്പസ്തോലന്മാർ, 120ഓളം ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് 10 ദിവസം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രാർത്ഥനയിൽ വസിച്ചു. ആദ്യത്തെ പന്തക്കുസ്ത സംഭവിച്ചു. ആ 12 അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവർ പ്രവാചകരായി മാറി. ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകുന്ന വചന പ്രഘോഷകരായി മാറി. ആ 12 പേരിൽ യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ടു, രക്തസാക്ഷികളായി മാറി. യോഹന്നാൻ ആകട്ടെ തടവറയിൽ കിടന്നാണ് വെളിപാടിൻ്റെ പുസ്തകം എഴുതുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയോട് തൊട്ട് നിന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ കൊല്ലം ദൈവത്തിൻ്റെ പരിപാലനയിൽ മെജുഗോറിയിൽ വീണ്ടും പോകാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു പള്ളിയുടെ ഇൻചാർജ് ഒരു മലയാളി വൈദികനായിരുന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവിടെ വചനപ്രഘോഷണം നടത്തിയിട്ടേ പോകാവൂ. അങ്ങനെ ഒരു കുർബാനയിൽ വചനപ്രഘോഷണം നടത്താൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഫാത്തിമയിൽ 7ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു മാർപ്പാപ്പ വന്ന്. ആരാണത്? ഫ്രാൻസിസ്, ജസിന്ത. ലൂസി പ്രായമായ ശേഷമാണല്ലോ മരിച്ചത്. 3 പേർക്കാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഫ്രാൻസിസും ജസീന്തയും അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ശേഷം ഏതാനും നാളുകൾ പ്രാർത്ഥനയും ഉപവാസമൊക്കെ ആയിട്ട് പരിശീലിച്ചു. അധികം കഴിയുന്നതിന് മുമ്പ് മാതാവ് പറഞ്ഞതുപോലെ അവർ മരിച്ചു. അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ ചെന്ന് ദിവ്യബലിയിൽ സംബന്ധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരൻ വൈദികൻ മെയിൻ പ്രധാനമായിട്ട് കുർബാന ചെല്ലാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടത്രേ. അച്ഛനാണ് വചനപ്രഘോഷണം നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്നിവിടെ വചനപ്രഘോഷണം നടത്താൻ വന്നതല്ല, പിന്നെയോ ഈ പുണ്യസ്ഥലത്ത് വന്ന് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകാം എന്ന ആഗ്രഹത്തോടുകൂടി വന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ മെജുഗോറിയിലും ഫാത്തിമയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വഴി ലക്ഷോപലക്ഷം കോടാനുകോടി പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എപ്പോഴെല്ലാം വചനപ്രഘോഷണമോ സന്ദേശമോ പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്.
ഹല്ലേലൂയ. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധ അമ്മയുടെ ബഹുമാനത്തിനായി പിതാവായ ദൈവം വർഷിക്കുന്നുണ്ട്. ഇത് നിതരാം എന്നും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വേളാങ്കണ്ണിയിലേക്കുള്ള ജനപ്രവാഹം, വെല്ലാർപാടത്തേക്കുള്ള ജനപ്രവാഹം. ഇന്നലെ ഞങ്ങൾ കൊരട്ടുമുത്തിയുടെ പള്ളിയിൽ വൈകുന്നേരം പോയി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയും ചിലപ്പോൾ ഓരോ കട്ടഴിയാത്ത പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അവിടെ പോയി 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പുണ്യസ്ഥലത്തേക്ക് അനേകം പേര് പോകുമ്പോൾ, ആയിരങ്ങൾ പോകുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട്. ദൈവം ഓരോ ശുശ്രൂഷാ കേന്ദ്രത്തെയും സ്ഥലത്തെയും തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തുന്നത് നാനാജാതി മതസ്ഥർ ദൈവമായ മരിച്ചുയർത്തവനായ യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുവാനും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ നിത്യജീവനിലേക്ക് ഒരുക്കുവാനും വേണ്ടിയാണ്. നമ്മളെല്ലാവരും ആദിമസഭയിലെ വിശ്വാസികളെ പോലെ 12 അപ്പസ്തോലന്മാരെ പോലെ പരിശുദ്ധാത്മാവ് കൊണ്ടും ദൈവവചനത്തിൻ്റെ അഭിഷേകം കൊണ്ടും നിറഞ്ഞ് മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എങ്ങനെയാണ് യേശുവിനെ കൊടുക്കുക? കോട്ടയിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചന ശുശ്രൂഷ വെളിപ്പെടുത്തലിലൂടെ ആരംഭിച്ചത്. ഏത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളത് സമർപ്പിച്ച് സ്തുതിച്ച് ഇതിനേക്കാൾ പ്രശ്നമുള്ള അനേകായിരങ്ങളെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കോട്ടയിലെ ശുശ്രൂഷ തുടങ്ങി. കുറേ കഴിഞ്ഞ് വട്ടായി അച്ഛൻ്റെ ശുശ്രൂഷ, അണക്കരയത്തിൻ്റെ ശുശ്രൂഷ, ഡാനിയൽ പോണിലച്ഛൻ്റെ ശുശ്രൂഷ. ഇതിനെല്ലാം അതിശയിപ്പിക്കുന്നത് പോലെ ഇതാ ഏതാനും ദൈവിക നിയോഗങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇവിടെ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളുടെ പ്രവാഹം ഇവിടെ നിന്ന് വരുന്നു. ഇന്നലെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ദമ്പതികളെ കണ്ടു. അവർ പറഞ്ഞു അവരുടെ കുറേ നാളായിട്ട് പണിതിട്ടിരുന്ന കെട്ടിടം വാടകയ്ക്ക് വന്നില്ല. ഇവിടെ നിന്ന് പോയി പിറ്റേ ദിവസം തന്നെ 3-4 മുറികൾ ആൾക്കാർ വന്നു. വർഷങ്ങളായിട്ട് വാടകയ്ക്ക് പോകാതായിരുന്ന മാറിയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് വന്ന് ഈ സെൻറ്ററിന് വേണ്ടി നന്ദി പറയാം. ഈ സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛന് വേണ്ടി നമുക്ക് നന്ദി പറയാം. ഇവിടെയുള്ള അനേകായിരം ശുശ്രൂഷകർക്ക്, സിസ്റ്റേഴ്സിന്, വന്നുപോയി ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയാം. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളും ഓരോ നാളിലും വന്നു ചേരുന്ന എല്ലാവരും ഏതോ വലിയ കാര്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്താണ് ആ വലിയ കാര്യം? ഏറ്റവും വലിയ കാര്യം ഇതാണ്. മത്തായി 16:27 ഫ്രാൻസിസ് സേവ്യറിനോട് ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ മനുഷ്യനായിരുന്ന ഇഗ്നേഷ്യസ് ലയോള മനസ്സാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് ഒരു പുതിയ സന്യാസഭയുണ്ടാക്കി. സൊസൈറ്റി ഓഫ് ജീസസ്, ഇപ്പോഴത്തെ മാർപ്പാപ്പായുടെ സന്യാസഭയാണത്. അവിടെ ആരെ എടുക്കും എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ഫ്രാൻസിസ് സേവ്യറിനെ കണ്ടു അത്രേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മത്തായി 16:27 ഏതാനും പ്രാവശ്യം ഏതാനും ദിവസം ആവർത്തിച്ച് പറഞ്ഞിട്ട് പോയി അത്രേ. മനുഷ്യ, തൊണ്ടയിലെ അസ്വസ്ഥത, ഇവിടെ അനേകം രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണമില്ലാത്ത രോഗശാന്തികൾ ഇവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകായിരം, അനേക ലക്ഷം, ഒരുപക്ഷെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇതിനകം ഈ സെൻറ്റർ വഴി ദൈവകൃപ, മാനസാന്തരം, വിശുദ്ധീകരണം, ദുശീലങ്ങളിൽ നിന്നുള്ള മോചനം, ദുഃഖ നിരാശകളിൽ നിന്നുള്ള മോചനം, കുടുംബ സമാധാനം ഇവയെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഈ ശുശ്രൂഷ ഇതിൻ്റെ ഫലം ലോകാതിർത്തികളിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ, നമ്മൾ ജപമാല ചെല്ലുമ്പോൾ, ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ ലോകാതിർത്തികളിലേക്ക് യേശുവിൻ്റെ രക്ഷ കടന്നു ചെല്ലുവാൻ നമ്മളെല്ലാവരെയും ദൈവം ശക്തമായ
ഉപകരണമാക്കി മാറ്റും. ഇതോർത്ത് കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി വചനപ്രഘോഷണം നടത്തിയിരുന്നു. അതുപോലെ ഒരു പക്ഷേ പല പ്രാവശ്യം വന്നിട്ടുണ്ടാവാം. ഒരു പ്രാവശ്യമേ അന്ന് ഞാൻ അതറിഞ്ഞുള്ളൂ. വളരെ സന്തോഷിച്ചു. ഈ ശുശ്രൂഷ വഴി ഇനിയും 1000 മടങ്ങായി, 10,000 മടങ്ങായി, 1,00,000 മടങ്ങായി അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ. ലക്ഷോപലക്ഷം കോടാനുകോടി പേർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഉടമ്പടി എടുക്കുക എന്ന് ആൾക്കാർ വന്ന് പറയുകയും ഇവിടുത്തെ പത്രത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. കഠിനമായ ഭാരമുള്ള ഒന്നും പറയുന്നില്ല. മദ്യപാനം ഉപേക്ഷിക്കണം, ദുശീലങ്ങൾ ഉപേക്ഷിക്കണം, പിന്നെ ജപമാല ചെല്ലണം, ദിവസേന പറ്റുമെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കണം, ദുശീലങ്ങൾ മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണം. ചെറിയ കാര്യമാണ്, പക്ഷെ ദൈവത്തെ പ്രതി ചെയ്യുമ്പോൾ അത് വലിയതായിട്ട് ദൈവം പരിഗണിക്കുന്നു. അതിനാൽ നമ്മളും നമുക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങളും ജനലക്ഷങ്ങളും ജനകോടികളും അനുഗ്രഹിക്കപ്പെടുന്നു. നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത് വചന പ്രഘോഷണത്തിനും സുവിശേഷ വേലയുടെ ത്വരിതപ്പെടലിനും വേണ്ടി ദൈവം നിയോഗിച്ചതെന്നാണ്. അതിനാൽ ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തി ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരെയും 1000 മടങ്ങായി, 10,000 മടങ്ങായി, 1,00,000 മടങ്ങായി അനുഗ്രഹിക്കണമേ എന്നും തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്നും വന്നു പോകുന്ന എല്ലാവർക്കും അനുഗ്രഹ സമൃദ്ധി, അഭിഷേക സമൃദ്ധി ലഭിക്കട്ടെ എന്നും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫത്തിനും അച്ഛന് നേതൃത്വവും അംഗീകാരവും കൊടുത്തിരിക്കുന്ന അഭിമന്യ ബിഷപ്പിനും രൂപതയ്ക്കും എല്ലാം ധാരാളം കൃപകൾ നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തു ജീവിച്ച കാലത്ത് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും, അതിലേറെ മാനസാന്തരങ്ങളും, അതിലേറെ ശിഷ്യത്വ രൂപീകരണവും, അനേകം പേര് വചന പ്രഘോഷകരായി ക്രിസ്തുവിൻ്റെ സഭ ലോകം മുഴുവനും എത്തിച്ചേരുന്ന അതിനുള്ള പ്രേക്ഷിതരായി രൂപപ്പെട്ടതും എല്ലാം ഓർത്തുകൊണ്ട് അതേ വൻകൃപ അഭിഷേകം ഇനിയും ഈ സെൻറ്ററിൽ വർഷിക്കണമേ. മരിച്ചവരെ ഉയർക്കുന്നത് പോലുള്ള അത്ഭുതങ്ങൾ, അസാധ്യ കാര്യങ്ങൾ സാധ്യമാകുന്ന അനുഭവങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ കെട്ടഴിയുന്ന അനുഗ്രഹങ്ങൾ അനേകായിരം കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ രീതിയിൽ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ അങ്ങേക്ക് മഹത്വം. എൻ്റെ കൂടെ 2 സിസ്റ്റേഴ്സ് വന്നു. ഒന്ന് ടീമിൽ 30 കൊല്ലം പ്രവർത്തിക്കുന്ന FCC സഭയിലെ സിസ്റ്റർ തെരേസ്, പിന്നെ ആരാധനാ സഭയിലെ ഒരു സിസ്റ്റർ കരിയാട് മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ 2 വർഷമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റർ കണിച്ചായി ജോർജ്, പിന്നെ ഞങ്ങളെ ഡ്രൈവ് കൊണ്ടുവന്ന ആൻഡോ. ഞങ്ങൾ 5 പേർക്കും വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് അച്ഛനിലേക്ക് വന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കണ്ണിന് വളരെ വളരെ കുറച്ച് കാഴ്ചശക്തി ഉണ്ടായിരുന്ന ആ കണ്ണ് വളരെ പ്രകാശത്തിൽ കാണിക്കുന്നതായി കർത്താവ് കാണിച്ചു. കൈയടിച്ച് കർത്താവിനെ ഈ കൃപാസനത്തിൽ നിന്നും വിദൂരങ്ങളിലേക്ക് ലൈറ്റ് പോകുന്നതായി ഞാൻ കാണുന്നു. കാരണം ഇവിടുത്തെ പ്രാർത്ഥന വഴി വിദൂരങ്ങളിൽ അനേകർക്ക് വിടുതൽ കിട്ടുന്നതായി കർത്താവ് കാണിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ. ഇന്ന് കാലത്ത് വരെ ഏതാണ്ട് ഒരു 10 മണി 11 മണി വരെ വലിയ ദുഃഖവും നിരാശയും കുടുംബ പ്രശ്നങ്ങളും മറ്റ് രോഗങ്ങളെല്ലാം വലിയ ഭാരമായി ഇവിടെ ഇരുന്ന ആർക്കൊക്കെയോ അതൊരു പീഡയായിരുന്നു. എല്ലാം വിട്ട് വലിയ ആത്മീയ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അനുഭവം കിട്ടിയതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവ്. ഒരു വലതുവശത്തെ കാലിന് എളി തുടങ്ങി താഴോട്ട് വേദന ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മരവിച്ച് പോകുന്ന പോലെ തളർന്നു പോകുമോ എന്നൊക്കെ ഭയം തോന്നുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ വേദന മരവിപ്പൊക്കെ മാറിയത് ആരെങ്കിലും തിരിച്ചറിഞ്ഞെന്ന് നോക്കിക്കോളൂ. കാലൊക്കെ ഒന്ന് അനക്കി നോക്കുക. അങ്ങനെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 പേരെ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചതായിട്ട് കർത്താവ് കാണിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ.
ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു വലിയ അഭിഷേകം നിൽക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥം വഴി നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതും മോഷണത്തിൻ്റെ ദുഷ്ടാത്മാവ് വിട്ടുപോകുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. തൊണ്ടയിൽ വലിയ അസ്വസ്ഥതയോ ഭാരമോ കുത്തി ചുമ, തൊണ്ടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് വിടുതൽ കിട്ടിയ തിരിച്ചറിഞ്ഞ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തിക്ക്. 1 2 5 പേര്, 5 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. 6 പേര് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഒരു കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട്, കണ്ണിൽ മങ്ങൽ നല്ലോണം കാണാൻ പറ്റുന്നില്ല, അകലെ നിൽക്കുന്ന കാണുന്നില്ല, അടുത്ത് നിൽക്കുന്ന, അങ്ങനെ ഒരു കണ്ണിനുണ്ടായ മങ്ങൽ മാറി നല്ല പ്രകാശം, കണ്ണിന് തെളിഞ്ഞ പ്രകാശം. ആരെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ ഇപ്പോൾ തന്നെ കൈ ഉയർത്തി കാണിക്കാം. 2 പേര്. ഇനി ഒട്ടേറെ അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര വർഷിക്കുവാൻ മാതാവ് നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന പോലെ കാണിക്കുന്നു. അമ്മ നല്ല സന്തോഷത്തിലാണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. മത്തായി 16:27 ഫ്രാൻസിസ് സേവറിനെ മാനസാന്തരപ്പെടുത്തിയ വചനം: മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം? അല്ലയോ മനുഷ്യ, നിന്റെ ആത്മാവിന് മറുവിലയായി നീ എന്തു കൊടുക്കും? അതിനാൽ ഒരു ലോകം മുഴുവനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ആത്മരക്ഷ. അതിനാൽ ഒരു മദ്യപാനം നിർത്തുന്നില്ല എങ്കിൽ സ്തുതിച്ച് ഇതുപോലെയുള്ള അനേകായിരം മദ്യപാനികൾ പരിശുദ്ധാത്മാവിന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിൽ വളരെ മോശപ്പെട്ട സ്വഭാവം ഉണ്ട്, അതോർത്ത് നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. എങ്കിൽ സ്തുതിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒന്ന് സ്തുതിച്ച് യേശുവെ സ്തോത്രം എന്ന് പറയുന്നിടത്ത് പൈശാചിക ഇവിടെ വിട്ടുപോകും. ഇതുപോലെ സ്വഭാവമുള്ള അനേകായിരങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അനേകരുടെ ആത്മരക്ഷയ്ക്ക് പണിയെടുക്കാൻ നമ്മളെ ദൈവം അഭിഷേകം ചെയ്യുന്നു. അതിന് ഏറ്റവും ശക്തമായ ഉപകരണമാണ് മധ്യസ്ഥ പ്രാർത്ഥന. 2000 കൊല്ലമായിട്ട് ഈശോ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നും തിരുവോസ്തിയിലിരുന്നും മധ്യസ്ഥം വഹിക്കുന്നു. ഈശോയോട് ചേർന്നും ഈശോയുടെ നാമത്തിലും നമ്മൾ അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ നന്മ നിറഞ്ഞ മറിയവും ഒരിക്കൽ ഞങ്ങൾ 2-3 പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ കൂടെ ഇരുന്ന് അച്ഛനിങ്ങനെ ഉറങ്ങിപ്പോവാം. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ശല്യമായി പോയല്ലേ അച്ഛനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ 1-2 പേർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോഴും അനേക ലക്ഷവും നിങ്ങൾ നിയോഗം വെച്ചോ, അങ്ങോട്ടെല്ലാം അമ്മയുടെ മധ്യസ്ഥത ചെല്ലും. പ്രൈസ് ദി ലോർഡ്. സ്തുതിമറിയമേ തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവർ ബഹുമാനപ്പെട്ട അച്ഛന് ഒരുപാട് നന്ദി. പ്രൈസ് ദി ലോർഡ്. സ്നേഹ ബഹുമാനപ്പെട്ട ലോകസഭ മുഴുവനും ആദരിക്കപ്പെടുന്ന മാത്യു നായിക്കമ്പറമ്പിലച്ച, കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് ലേവീട്ടിൽ, സിസ്റ്റർ തെരേസ്, സിസ്റ്റർ ലിസ മരിയ, ബ്രദർ ജോർജ് കണിച്ചായി, പ്രിയമുള്ള ദൈവമക്കളെ, മാത്യു നായിക്കമ്പറമ്പിലച്ചൻ ഫോട്ട ശുശ്രൂഷയുടെ ആരംഭകനാണ്. ഞാൻ വിചാരിച്ചു 33 വർഷത്തിലധികമായിട്ടാണ് ശുശ്രൂഷ ആരംഭിച്ചത്. പക്ഷെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ശുശ്രൂഷ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അച്ഛന് ഇപ്പോൾ 73 വയസ്സുണ്ട്. ഉണർവോടുകൂടി ഊർജ്ജസ്വലത്തോടുകൂടിയാണ് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നത്. ജപമാലയിൽ നിന്ന് അകന്ന കർത്താവ് പോലും വളരെ ചങ്കുറപ്പോടുകൂടി സാക്ഷ്യമായിട്ടാണ് പങ്കുവെച്ചത്. മഞ്ജുഗോറിയിൽ അമ്മ പ്രത്യക്ഷപ്പെടുത്തു പോയി. ഇന്ന് കൃപാസനത്തിൽ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ധാരയിലും അച്ഛനെത്തിച്ചേർന്നു. കൃപാസനം ജപമാലയുടെ ധ്യാനകേന്ദ്രമാണ്. കൃപാസനം ഉടമ്പടിയുടെ ധ്യാനകേന്ദ്രമാണ്. കൃപാസനം ലോകജനതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ്. അങ്ങനെ കൃപാസനത്തിൽ ശുശ്രൂഷകളുടെ ഉടമ്പടിയുടെ എല്ലാ ആത്മതലങ്ങളെയും വചന അധിഷ്ഠിതമായി ആധ്യാത്മിക അഭിഷേകത്തോടു കൂടിയാണ് മാത്യു നായിക്കമ്പറമ്പിലച്ചൻ പങ്കുവച്ചത്. വളരെ അഭിഷേകത്തോടുകൂടിയാണ്. ഒരു പ്രകാശ ഗോകുലം തൻ്റെ ശിരസിലും ആത്മാവിലും അഭിഷേക ശക്തിയായി. അത് പരിശുദ്ധമ്മയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ച, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ
അങ്ങയുടെ വചനപ്രഘോഷണവും ലോകസഭയ്ക്ക് വലിയ അഭിഷേക ശക്തിയാണ്. കൃപാസനത്തിൽ പരിശുദ്ധമ്മ ജീവ സാന്നിധ്യമായി പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അങ്ങ് എത്തിച്ചേർത്തതും പരിശുദ്ധമ്മയാണ്. അങ്ങ് കൃപാസനത്തിനോടും കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയവീട്ടലിനോടും അങ്ങ് കാണിക്കുന്ന വലിയ സ്നേഹം, പോയ വഴിക്കാണെങ്കിലും ഇവിടെ വന്ന് കാലുകുത്തി പ്രാർത്ഥിക്കണമെന്ന് കാണിച്ച വലിയ മഹാമനസ്സിന് അങ്ങേക്ക് മുത്തകണ്ഠം പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട നാമത്തിൽ കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയവീട്ടലിൻ്റെയും കൃപാസനം മാനേജ്മെൻറ്റിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അമ്മയുടെ നാമത്തിൽ തന്നെ ഏറ്റവും ആദരവോടെ അർപ്പിക്കുന്നു. ബ്രദർ ജോർജ് കണിച്ചായി ഏതാണ്ട് 28 വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ സിസ്റ്റർമാർ തെരേസ് 30 വർഷത്തിലധികമായിട്ട് സിസ്റ്ററും അച്ഛൻ്റെ കൂടെയുണ്ട്. സിസ്റ്റർ ലിസാ മരിയ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ 4-5 വർഷം അച്ഛനും കൂടെയുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്ന് ഈ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം അവർക്കും അനുഭവമേദ്യമായി. അവർക്ക് 3 പേർക്കും കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ കൃത്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു.